അടുത്താണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാഭം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചിലവിനേക്കാൾ കൂടുതൽ വരുമാനം കൂടിയാണെങ്കിൽ അതിൻ്റെ പേരാണ് എന്ന് പറയുന്നത് ലാഭം എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരുപാട് ചിലവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം റെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ശമ്പളം കൊടുത്തു, ഇലക്ട്രിസിറ്റി ബില്ലടച്ചു, ടെലഫോൺ ബില്ലടച്ചു, അങ്ങനെ ഒരുപാട് ചിലവുകൾ ഒരു കമ്പനിക്ക് വന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് വരുമാനവും കിട്ടും, റവന്യൂവും കിട്ടും. എങ്ങനെയാണ്? സെയിൽസ് വഴിയോ അല്ലെങ്കിൽ മറ്റ് പല പല കാര്യങ്ങൾ വഴിയൊക്കെ ആയിട്ട് അവർക്ക് വരുമാനങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ചിലവുകളേക്കാൾ കൂടുതൽ വരുമാനമാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. എക്സസ് എന്ന് പറഞ്ഞാൽ അധികം, എക്സസ് ഓഫ് വരുമാനത്തിൽ അധികം ഉണ്ടാവുക. എന്തിനേക്കാൾ കൂടുതൽ? ഓഫ് എ പീരീഡ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസ്. ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന ചിലവുകളേക്കാൾ കൂടുതൽ എക്സസ് ആവുകയാണെങ്കിൽ, മിച്ചം വരികയാണെങ്കിൽ, ചിലവുകളേക്കാൾ കൂടുതൽ വരുമാനം വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? പ്രോഫിറ്റ് എന്ന്. ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ ഈസ് പ്രോഫിറ്റ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. അത് ജനുവരി ടു ഡിസംബർ വരെ ആകാം. അല്ലെങ്കിൽ സാധാരണ ഇന്ത്യൻ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് ഏപ്രിൽ തൊട്ട് മാർച്ച് വരെയാണ്. ഈ വർഷം ഏപ്രിൽ തൊട്ട് അടുത്ത വർഷം മാർച്ച് വരെ, അങ്ങനെ 12 മാസമാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ഒരു അക്കൗണ്ടിങ് ഇയറിൽ ചിലവുകളേക്കാൾ കൂടുതൽ, എക്സ്പെൻസിനേക്കാൾ കൂടുതൽ വരുമാനം വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, പ്രോഫിറ്റ് ഇൻക്രീസസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഓണേഴ്സ്. ഒരു കമ്പനിയുടെ ഓണേഴ്സിൻ്റെ നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ് എന്തുവഴി സാധിക്കുന്നത്? പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന വഴി. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആർക്കാണത് കിട്ടുന്നത്? കമ്പനിയുടെ ഓണേഴ്സിനാണത് കിട്ടുന്നത്. അത് അവരുടെ എന്തിനെ വർദ്ധിപ്പിക്കും? ഇൻവെസ്റ്റ്മെൻറ്റിനെ, നിക്ഷേപത്തെ വർദ്ധിപ്പിക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. അതാണ് പ്രോഫിറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസിനേക്കാൾ കൂടുതൽ വരുമാനം കൂടിയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്താണ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നേട്ടം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതും ഒരു നേട്ടം തന്നെയാണ്. അതിൽ ലാഭം എന്നാണ് അതിൻ്റെ അർത്ഥം. ഗെയിൻ എന്ന് പറഞ്ഞാൽ നേട്ടം എന്നാണ് അർത്ഥം. അതെങ്ങനെ പ്രോഫിറ്റിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഒരു കമ്പനിക്ക് നേട്ടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു. എന്താണ് പ്രോഫിറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ? ചിലവുകളേക്കാൾ കൂടുതൽ, എക്സ്പെൻസിനേക്കാൾ കൂടുതൽ വരുമാനം കൂടിയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ്. ഇനി എന്താണ് ഗെയിൻ? എന്താണ് ഒരു കമ്പനിക്ക് നേട്ടം ഉണ്ടാവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ്, എ പ്രോഫിറ്റ് ദാറ്റ് അറൈസസ് ഫ്രം. ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ്. ലാഭം ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്നത്? അപ്പം രണ്ട് രീതിയിൽ ലാഭം ഉണ്ടാകും. ഒന്ന് സെയിൽസ് വഴി ലാഭം ഉണ്ടാകും, അതല്ല ഗെയിൻ എന്ന് പറയുന്നത്. ഗെയിൻ എന്ന് പറഞ്ഞാലും പ്രോഫിറ്റ് തന്നെയാണ്. എങ്ങനെയാണ്? അറൈസസ് ഫ്രം ഇവൻറ്റ്സ് ഓർ ട്രാൻസാക്ഷൻ വിച്ച് ആർ ഇൻസിഡൻ്റൽ ടു ബിസിനസ്. അപ്പം അത് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിഡൻ്റലായിട്ട്, അതായത് യാദൃച്ഛികമായിട്ട് ബിസിനസ്സിലോട്ട് നേട്ടം കൊണ്ടുവരുന്നതിനെയാണ് ഗെയിൻ എന്ന് പറയുന്നത്. ദാറ്റ് അറൈസസ് ഫ്രം ഇവൻറ്റ്സ് ഓർ ട്രാൻസാക്ഷൻ. എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം, എന്തെങ്കിലും ട്രാൻസാക്ഷൻ ആയിരിക്കാം. പക്ഷേ ആ ട്രാൻസാക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. അതെന്നും സംഭവിക്കുന്ന ഒന്നല്ല, ഇൻസിഡൻ്റലാണ്, യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ടു എ ബിസിനസ് സച്ച് എസ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഇപ്പോൾ കമ്പനിയുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് വിറ്റു, അതെന്നും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് രണ്ട് രീതിയിലാണ് സെയിൽസ് നടക്കുന്നത്, സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഈ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റ് നമ്മൾ വിൽക്കാനായിട്ട് വെക്കുന്ന സാധനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുഡ്സ് എന്ന്. ആ ഗുഡ്സ് വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഡെയിലി നടക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും സൂപ്പർ മാർക്കറ്റിൽ ആൾക്കാർ വരും, ആ ഗുഡ്സ് വിറ്റ് കഴിയുന്നുണ്ട്. അതേസമയം ആ ഗുഡ്സിൻ്റെ എല്ലാം കൂടെ ബില്ലടിക്കുന്നതിനായിട്ട് ഒരു കമ്പ്യൂട്ടർ നമ്മളവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 2-3 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അതെന്നും നമ്മൾ എടുത്ത് വെക്കുന്നുണ്ടോ? ഇല്ല. അതെന്നാ വിൽക്കുള്ളൂ? അത് കുറേ നാൾ ഇരുന്ന് കേടായി പുതിയ എന്തെങ്കിലും കമ്പ്യൂട്ടർ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ 1 വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളതൊന്ന് മറിച്ച് വിട്ടിട്ട് പുതിയൊരു കമ്പ്യൂട്ടർ മേടിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ആ കമ്പ്യൂട്ടർ വിൽക്കുക, അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ വിറ്റപ്പോൾ നമുക്ക് ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ വില കിട്ടി. സാധാരണ 1 വർഷം കഴിഞ്ഞിട്ടൊരു കമ്പ്യൂട്ടർ വിൽക്കുമ്പോൾ 10,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഇതിനൊരു 15,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. സാധാരണ 10,000 രൂപയായിരുന്നു കിട്ടേണ്ടത്, അതിന് പകരം 5,000 രൂപയുടെ കൂട്ടി 15,000 രൂപ കിട്ടി. അതിനെ നമുക്ക് ഗെയിൻ എന്ന് വിളിക്കാം. അപ്പം അപ്പോൾ അങ്ങനെ ഒരു പ്രോഫിറ്റ് കിട്ടി. ഗുഡ്സ് വിറ്റിട്ടല്ല ആ പ്രോഫിറ്റ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഡെയിലി നടക്കുന്ന ഒരു ട്രാൻസാക്ഷനും അല്ല ഇതെന്താണ്? ഇൻസിഡൻ്റലാണ്, യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നാണ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഒരു ഫിക്സഡ് അസറ്റ് വിറ്റു, നമുക്ക് ലാഭം കിട്ടി, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗെയിൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വിന്നിങ് എ കോർട്ട് കേസ്, കോടതിയിലൊരു കേസ് നമ്മൾ ജയിച്ചു, അതുവഴി നമുക്ക് കമ്പനിക്ക് ഒരു നേട്ടം ഉണ്ടായി, അതിനെ നമുക്ക് ഗെയിൻ എന്ന് വിളിക്കാം. ഇതെല്ലാം എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമല്ല, യാദൃച്ഛികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഒരു അസറ്റിന്
നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ വില കിട്ടി. ഇപ്പോൾ നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടറിന് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ വില വന്നു. അല്ലെങ്കിൽ കമ്പനിയുടെ കുറച്ച് ഗോൾഡ് ട്രിപ്പുണ്ട്, സ്വർണം. അപ്പോൾ ആ സ്വർണം വാങ്ങിച്ചതിനേക്കാളും കൂടുതൽ ഇപ്പോൾ വില കൂടി, അത് അവരുടെ അസറ്റിന് വില കൂടി. ഇതിനെല്ലാമാണ് നമ്മൾ നേട്ടം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നേട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് അത് ഇൻസിഡൻ്റലാണ്. ഒരു ട്രാൻസാക്ഷനാണ്, ഇവൻറ്റ്സാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ അത് ഇൻസിഡൻ്റലാണ്, എപ്പോഴും സംഭവിക്കുന്ന ഒന്നല്ല, അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗെയിൻ എന്ന് പറയുന്നത്. ഇത് സെയിലല്ലാന്ന് ഞാൻ പറഞ്ഞു. അല്ലാന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഗുഡ്സ് വിൽക്കുന്നതിന് നമ്മൾ ഒരിക്കലും ഗെയിൻ എന്ന് പറയില്ല. അതിനെ ഗുഡ്സ് വിറ്റ് ലാഭം കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് പ്രോഫിറ്റ്. ഇപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ അതൊന്നും നമ്മൾ വിൽക്കുന്ന ഒരു സാധനമല്ല, അതൊരു ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ അത് വിറ്റ് ഒരു ലാഭം കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗെയിൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്താണ് ലോസ്, നഷ്ടം. എന്താണ് നഷ്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓഫ് എ പീരീഡ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് റവന്യൂ ഈസ് ടേംഡ് ആസ് ലോസ്. അപ്പം നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഈ വരുമാനത്തെക്കാൾ കൂടുതൽ, റവന്യൂവിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് എക്സസ് ആവുകയാണെങ്കിൽ, ചിലവ് മിച്ചം വരികയാണെങ്കിൽ, ചിലവ് കൂടുകയാണെങ്കിൽ, അപ്പോൾ വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണെന്ന് പറയുന്നത് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ വീട്ടിലോട്ടുള്ള വരുമാനത്തെക്കാളും കൂടുതൽ നമുക്ക് ചിലവ് വരികയാണെങ്കിൽ നമുക്ക് ആ വീട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ വീട്ടിലെ സാമ്പത്തികാവസ്ഥ അത്ര ഭദ്രമായിരിക്കില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു കമ്പനിയിലും നമ്മുടെ റവന്യൂ, വരുമാനത്തെക്കാൾ കൂടുതൽ കമ്പനിക്ക് ചിലവുകളാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോസ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്, നഷ്ടം എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിരിക്കുകയാണ്, ഇറ്റ് ഡിക്രീസസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ഓണേഴ്സിൻ്റെ ഫണ്ടിനെ കുറയ്ക്കുകയാണ് ഈ ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഓണേഴ്സിൻ്റെ 10,000 രൂപയുണ്ട്, 1000 രൂപ നഷ്ടമാണെങ്കിൽ പിന്നെ 9,000 രൂപയെ അവരേലുള്ളൂ. അപ്പോൾ 1000 രൂപ ഓണേഴ്സിൻ്റെ ഇക്വിറ്റി അവിടെ കുറവ് സംഭവിച്ചിരിക്കുകയാണ്. ഇറ്റ് ഡിക്രീസസ്, ഇത് കുറയ്ക്കുകയാണ്. എന്തിനെ കുറയ്ക്കുന്നത്? ഓണേഴ്സ് ഇക്വിറ്റി. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഫണ്ട്, നമ്മുടെ ഓണർമാരുടെ ഫണ്ടിനെ കുറയ്ക്കുകയാണ് ഈ ലോസ് ചെയ്യുന്നത്. അപ്പോൾ നഷ്ടം വരുന്ന വഴി ആരുടെ പൈസയാണ് പോകുന്നത്? ഓണേഴ്സിൻ്റെ പൈസയാണ് അതുവഴി പോകുന്നത്. ഇനി അടുത്ത് അതിൻ്റെ മറ്റൊരു കുറച്ചുകൂടെ മീനിങ് പറയുകയാണ്, ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു മണി ഓർ മണീസ് വർത്ത് ലോസ്റ്റ്. പൈസയ്ക്ക് തുല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും നഷ്ടപ്പെടുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലോസ് എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടാവുകയാണെങ്കിൽ അത് ലോസാണ്, അവിടെ നമുക്ക് പൈസ നഷ്ടപ്പെട്ടു. അപ്പോൾ പൈസയ്ക്ക് തുല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും നഷ്ടപ്പെടുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലോസ് എന്ന് വിളിക്കാം. അപ്പം അവിടെ പറഞ്ഞിരിക്കുകയാണ്, വിത്തൗട്ട് റിസീവിങ് എനി ബെനിഫിറ്റ് ഇൻ റിട്ടേൺ. യാതൊരു റിട്ടേണും കിട്ടാതെ നമുക്ക് പൈസയ്ക്ക് തുല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ ലോസ് എന്നാണ് വിളിക്കുന്നത്. ഇനി അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ഓർ ഗുഡ്സ് ലോസ്റ്റ് ബൈ തെഫ്റ്റ് ഓർ ഫയർ ആക്സിഡൻറ്റ്. അപ്പം പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ ഗുഡ്സ് മോഷ്ടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ തീപിടുത്തം മൂലം ഗുഡ്സ് എല്ലാം അവിടെ കത്തി നശിച്ചു. അപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിന് തീ പിടിച്ചു, അവിടെ ഇരുന്ന ഗുഡ്സ് എല്ലാം അവിടെ കത്തി നശിച്ചു. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്ന പൈസയും പോയി, പൈസയ്ക്ക് തുല്യമായിട്ടുള്ള ഗുഡ്സും പോയി. അതിനെ നമ്മളെന്ന് വിളിക്കാം? ലോസ് എന്ന് വിളിക്കാം. അപ്പോൾ പൈസ നഷ്ടപ്പെട്ടാലും ലോസാണ്, പൈസയ്ക്ക് തുല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും, പൈസയ്ക്ക് തുല്യമായിട്ടുള്ള ഗുഡ്സോ ഫിക്സഡ് അസറ്റോ എന്തും ആയിക്കോട്ടെ, പൈസയ്ക്ക് തുല്യമായിട്ടുള്ള എന്ത് സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിനെ നമുക്കെന്ന് വിളിക്കാം? ലോസ് എന്ന് വിളിക്കാം. ഇനി അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ ഞാൻ ഇച്ചിരി മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഗെയിൻ്റെ അകത്ത് പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മുടെ കടയിലുള്ള കമ്പ്യൂട്ടർ നമ്മൾ എടുത്തു വിറ്റു, 10,000 രൂപ കിട്ടേണ്ടടുത്ത് 15,000 രൂപ കിട്ടി, അതിനെ നമ്മൾ ഗെയിൻ, നേട്ടം എന്ന് വിളിച്ചു. ഇനി 10,000 രൂപ കിട്ടേണ്ടടുത്ത് 5,000 രൂപ കിട്ടിയുള്ളെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ലോസ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ലോസ് ഓൺ എ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വിൽക്കുന്ന സമയത്ത് നഷ്ടം വരികയാണെങ്കിൽ, പൈസ നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലോസ് എന്ന് വിളിക്കുന്നതിനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് ഡിസ്കൗണ്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഡിസ്കൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാങ്ങിച്ച സാധനത്തിന് അതിൻ്റെ ആക്ച്വൽ പ്രൈസിനേക്കാളും കുറച്ച് പൈസ കുറച്ച് തരുന്നതിനാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. ഡിസ്കൗണ്ട് ഈസ് ദ ഡിഡക്ഷൻ, കുറവ് വരികയാണ്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഡിഡക്ഷൻ ഉണ്ടാവുകയാണ്, കുറയ്ക്കുകയാണ്. എന്തിനാണ് കുറയ്ക്കുന്നത്? ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് സോൾഡ്, വിൽക്കുന്ന ഗുഡ്സിൻ്റെ വില കുറയ്ക്കുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് സോൾഡ്, വിൽക്കുന്ന ഗുഡ്സിൻ്റെ വില കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫേർഡ് ഇൻ 2 ways. ഇത് 2 രീതിയിൽ നമുക്ക് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാം, കൊടുക്കാൻ സാധിക്കും. അപ്പം നമ്മളൊരു കടയിടുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ ഈ പറഞ്ഞേക്കുന്ന ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഓഫറിംഗ് ഡിഡക്ഷൻ ഓഫ് എഗ്രീഡ് പെർസെൻറ്റേജ് ഓഫ് ലിസ്റ്റ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഗുഡ്സ് ഈസ് വൺ വേ ഓഫ് ഗിവിംഗ് ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിൻ്റെ ഒരു വഴിയാണ് പറഞ്ഞേക്കുന്നത് ഓഫറിംഗ് എ ഡിഡക്ഷൻ,
ഒരു ഡിഡക്ഷൻ നമുക്ക് കൊടുക്കാം. ഒരു ഓഫ് എ എഗ്രീഡ് പെർസെൻറ്റേജ്, നമ്മൾ തീരുമാനിച്ചേക്കുന്ന ഒരു എഗ്രീഡ് പെർസെൻറ്റേജ്. ഇപ്പം 100 രൂപയുടെ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ 2% ഡിസ്കൗണ്ട്. അപ്പോൾ എഗ്രീഡ് ഒരു പെർസെൻറ്റേജ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് 2 രൂപ ഡിസ്കൗണ്ട്, 2% ഡിസ്കൗണ്ട് ഓഫ് ലിസ്റ്റ് പ്രൈസ്. അപ്പോൾ അതിനകത്ത് എത്രയാണോ വില കൊടുത്തേക്കുന്നത് അതിൻ്റെ ഒരു എഗ്രീഡ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ സാധിക്കും. എപ്പോഴാണ്? അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഗുഡ്സ്. അപ്പം നമ്മൾ ഈ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് അതിലൊരു ലിസ്റ്റ് പ്രൈസ് കാണും, അതിൻ്റെ ആക്ച്വൽ പ്രൈസ്. ഇപ്പോൾ 100 രൂപയാണെങ്കിൽ 100 രൂപ MRP/RS 100 എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് കാണാൻ നമുക്ക് സാധിക്കും. അപ്പം ആ ഒരു പ്രൈസിൽ നിന്നും നമ്മൾ തീരുമാനിച്ചേക്കുന്ന ഒരു ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു എഗ്രീഡ് പെർസെൻറ്റേജ്, നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച ഒരു പെർസെൻറ്റേജ്. അത് ചിലപ്പോൾ 5% ആയിരിക്കാം, ചിലപ്പോൾ 50% ഓഫറൊക്കെ നമ്മൾ കാണാറുണ്ട്. 50% പകുതി വിലയ്ക്ക്, അല്ലെങ്കിൽ 40%, 20%, 10%, അങ്ങനെ ഒരു എഗ്രീഡ് പെർസെൻറ്റേജിൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഈസ് വൺ വേ ഓഫ് ഗിവിങ് ഡിസ്കൗണ്ട്. അത് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിൻ്റെ ഒരു വഴിയാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനിച്ച ഒരു ഡിസ്കൗണ്ട്, അതിൻ്റെ ലിസ്റ്റ് പ്രൈസ് എത്രയാണോ അത് എഴുതിയേക്കുന്ന ഒരു വിലയുണ്ട്, ആ വിലയേക്കാളും എത്ര രൂപ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ സാധിക്കും, എത്ര പെർസെൻറ്റേജ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളൊരു എഗ്രീഡ് പെർസെൻറ്റേജിൽ സാധനങ്ങൾ വിൽക്കുന്നതാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനകത്ത് ഒരു വഴി എന്ന് പറയുന്നത്. സച്ച് ഡിസ്കൗണ്ട് ഈസ് കോൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്. അത്തരത്തിലുള്ള ഡിസ്കൗണ്ടുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഓർത്ത് വെക്കുക, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ കച്ചവടം നടക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട്. അതായത് നമ്മൾ കച്ചവടം നടക്കുന്ന സമയത്ത് തന്നെ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നു, അയാൾക്ക് നമ്മളൊരു പ്രോഡക്റ്റ് ഓഫർ ചെയ്യുകയാണ്. ആ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുമ്പം അതിനകത്ത് എഴുതിയേക്കുന്ന MRPയേക്കാളും അല്ലെങ്കിൽ അതിനകത്ത് ലിസ്റ്റ് ചെയ്തേക്കുന്ന വിലയേക്കാളും താഴ്ത്തി ഒരു പെർസെൻറ്റേജ് വില കുറച്ച് നമ്മൾ കൊടുക്കുന്നതിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ആരാണ് ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ജനറലി ഓഫേർഡ് ബൈ ദ മാനുഫാക്ചേഴ്സ് ടു ഹോൾസെയിലേഴ്സ് ആൻഡ് ബൈ ഹോൾസെയിലേഴ്സ് ടു റീറ്റെയിലേഴ്സ്. ഇത് ആരൊക്കെയാണ് ഈ ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? ഈ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നവർ ഹോൾസെയിലേഴ്സിന് സാധനങ്ങൾ വിൽക്കുമ്പം അവിടെ ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഹോൾസെയിലേഴ്സ് ഈ പറഞ്ഞേക്കുന്ന റീറ്റെയിലേഴ്സിന് സാധനം കൊടുക്കുന്ന സമയത്ത് അവിടെയും ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റീറ്റെയിലേഴ്സ് കസ്റ്റമേഴ്സ് നമ്മളൊക്കെ ഇപ്പോൾ കടയിൽ പോയി വാങ്ങിക്കാൻ പോകുമ്പം അവിടെ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടാറുണ്ട്. ചില സമയങ്ങളിലെല്ലാം ഓഫറുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഇതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന വിലയേക്കാളും കുറച്ച്, അതിനേക്കാളും ഒരു നിശ്ചിത ശതമാനം പെർസെൻറ്റേജ് കുറച്ച് നമുക്ക് സാധനങ്ങൾ വിൽക്കുന്നതിനെയാണ് അല്ലെങ്കിൽ വാങ്ങുന്നതിനെയാണ് ഈ പറഞ്ഞേക്കുന്ന ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അത് സെയിൽസ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്, വിൽക്കുന്ന സമയത്ത്, സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ആക്ച്വൽ പ്രൈസിനേക്കാളും വില താത്തി കൊടുക്കുന്നതിനെയാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത തരത്തിലുള്ള ഡിസ്കൗണ്ട് എന്താണെന്ന് നോക്കാം. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് ആഫ്റ്റർ സെല്ലിങ് ദ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ ഗുഡ്സ് വിറ്റു. എങ്ങനെയാണ് വിറ്റത്? ഓൺ ക്രെഡിറ്റ്. പിന്നീട് പൈസ തന്നാൽ മതി എന്നുള്ള വ്യവസ്ഥയിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് വിറ്റത്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല, കുറേ ഗുഡ്സ് നമ്മൾ വിറ്റു. അപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന കുറേ സാധനങ്ങൾ നമ്മൾ വിറ്റു. എന്നിട്ട് പറയുകയാണ് 2 മാസത്തെ കാലാവധിക്ക് ശേഷം പൈസ തന്നാൽ മതി എന്നുള്ള വ്യവസ്ഥയിൽ നമ്മൾ ഗുഡ്സ് വിറ്റു. അപ്പോൾ പൈസ എന്നാ കിട്ടുള്ളൂ? 2 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുഡ്സ് വിറ്റു. ഇനി നമുക്ക് നോക്കാം എന്താണെന്ന്. ദി ഡെപ്റ്റേഴ്സ് മേ ബി ഗിവൺ എ സർട്ടൺ ഡിഡക്ഷൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം ക്രെഡിറ്റിൽ വിറ്റു. ഒരു കച്ചവടക്കാരൻ ക്രെഡിറ്റിൽ സാധനങ്ങൾ വിറ്റു, കടത്തിൽ സാധനങ്ങൾ വിറ്റു. ഇനി പൈസ കിട്ടാനുള്ള ആൾ, അതായത് ബിസിനസ്സുകാരൻ എന്ത് ചെയ്യുകയാണ്? മേ ബി ഗിവൺ സർട്ടൺ ഡിഡക്ഷൻ. ആ കിട്ടാനുള്ള പൈസയ്ക്കകത്ത് ചെറിയൊരു കുറവ് കൊടുക്കുകയാണ്. ഇൻ ദ എമൗണ്ട് ഡ്യൂ ഇൻ ദ കേസ് ഓഫ് ഇഫ് ദേ പേ ദ എമൗണ്ട് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ഓർ എയർലിയർ. അപ്പം കൃത്യസമയത്ത് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യസമയത്ത് നമുക്ക് പൈസ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്ന സമയത്തേക്കാൾ മുമ്പിൽ നമുക്ക് പൈസ കിട്ടുകയോ കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെയാണ് അടുത്തതായിട്ട് പറയുന്ന ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ സെയിൽസ് നടക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് എഴുതി ഒട്ടിച്ചേക്കുന്ന MRPയേക്കാൾ താത്തി അതിനേക്കാൾ കുറച്ച് വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നതിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ വിറ്റു. എങ്ങനെയാണ് വിറ്റത്? പിന്നീട് പൈസ തന്നാൽ മതി എന്നുള്ള വ്യവസ്ഥയിലാണ് വിറ്റത്. അപ്പം 2 മാസത്തെ അവധി കൊടുത്തു എന്ന് വിചാരിക്കുക അയാൾക്ക്. നമ്മൾ സാധനങ്ങൾ വിറ്റു, 2 മാസത്തെ അവധി നമ്മൾ അയാൾക്ക് കൊടുത്തു. അപ്പോൾ 2 മാസത്തെ അവധിക്ക് ശേഷം 2 മാസത്തെ കറക്റ്റ് സമയത്ത് തന്നെ അയാൾ നമുക്ക് പൈസ കൊണ്ട് തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 10,000 രൂപ തന്നു എന്ന് വിചാരിക്കുക. 10,000 രൂപയുടെ ഗുഡ്സാണ് വിറ്റത്. 10,000 രൂപ തന്നു എന്ന് വിചാരിക്കുക. ഒരു 500 രൂപ ചിലപ്പോൾ നമ്മൾ ഡിസ്കൗണ്ടായിട്ട് കൊടുക്കുകയാണ്.
കറക്റ്റ് സമയത്ത് കൊണ്ട് തന്നു, അതിന് ആ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 500 രൂപ കുറവ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ 2 മാസത്തെ അവധി നമ്മൾ കൊടുത്തു, അയാൾ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ 10,000 രൂപ കൊണ്ട് തന്നു, നമ്മൾ അയാൾക്ക് ഒരു 500 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഈ കസ്റ്റമർ ഇനിയും കടയിലോട്ട് വരണം. കാരണം ഇയാൾ നമുക്ക് കൃത്യമായിട്ട് പൈസ തിരിച്ചു തരുന്ന ആളാണല്ലോ. അപ്പോൾ വലിയ എമൗണ്ടിൻ്റെ സാധനങ്ങളെല്ലാം ഇയാൾ നമ്മുടെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അയാൾ വീണ്ടും വരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾ ചെയ്ത ആ പ്രവൃത്തിയെ അനുമോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. എപ്പോഴാണ് കൊടുക്കുന്നത്? സാധനങ്ങൾ വിറ്റ സമയത്തല്ല. സാധനങ്ങൾ നമ്മൾ വിറ്റു, 2 മാസത്തെ അവധി കൊടുത്തു, ആ അവധിയുടെ സമയത്ത് ഇയാൾ കൃത്യമായിട്ട് നമുക്ക് പൈസ കൊണ്ട് തരികയാണെങ്കിൽ നമ്മൾ അയാൾക്കൊരു ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കും. അതിനെയാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ദിസ് ഡിഡക്ഷൻ ഈസ് ഗീവൺ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓൺ ദ എമൗണ്ട് പേയബിൾ. അപ്പോൾ ഇത് എപ്പോഴാണ് നമ്മൾ ഈ ഡിഡക്ഷൻ കൊടുക്കുന്നത്? അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പൈസ, ആ കിട്ടാനുള്ള പൈസ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാൾക്കൊരു ചെറിയ എമൗണ്ട് ഡിഡക്ഷൻ കൊടുക്കുകയാണ്. അതിന് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ക്യാഷ് ഡിസ്കൗണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്യാഷ് ഡിസ്കൗണ്ട് ആക്ട് ആസ് ആൻ ഇൻസെൻറ്റീവ്. ക്യാഷ് ഡിസ്കൗണ്ട് എന്താണ്? ഒരു ഇൻസെൻറ്റീവാണ്. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഫലം എന്നുള്ള രീതിയിൽ. ദാറ്റ് എൻകറേജസ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ബൈ ദ ഡെപ്റ്റേഴ്സ്. അപ്പം നമുക്ക് പൈസ തരാനുള്ളവർ കൃത്യമായിട്ട് പ്രോംപ്റ്റായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ പൈസ തന്നുകൊണ്ട് നമ്മൾ അവരെ എന്ത് ചെയ്യുകയാണ്, ഒരു ചെറിയൊരു ഇൻസെൻറ്റീവ് അവർക്ക് കൊടുക്കുകയാണ്, ചെറിയൊരു പ്രതിഫലം അവർക്ക് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് വൗച്ചർ. വൗച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, വൗച്ചർ എഴുതി കൊടുക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ദ ഡോക്യുമെൻ്ററി എവിഡൻസ്, ഒരു എഴുതപ്പെട്ട ഒരു തെളിവാണ്. ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു തെളിവാണ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു, ഒരു ഇടപാട് നടന്നു അതിനെ പറ്റിയിട്ടുള്ള ഒരു എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു എവിഡൻസിനെയാണ് നമ്മളെന്ന് പറയുന്നത് വൗച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ബൈ ഗുഡ്സ് ഫോർ ക്യാഷ് വി ഗെറ്റ് ക്യാഷ് മെമ്മോ. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ഗുഡ്സ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് മെമ്മോ അല്ലെങ്കിൽ ബില്ല് കിട്ടും. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത്, ആ ബില്ലിനെയാണ് നമ്മളെന്ന് പറയുന്നത് വൗച്ചർ എന്ന് പറയുന്നത്. ഇഫ് വി ബൈ ഓൺ ക്രെഡിറ്റ്, നമ്മൾ കടത്തിലാണ് സാധനങ്ങൾ വാങ്ങുന്നത്, കടം പറഞ്ഞാണ് സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ വി ഗെറ്റ് ആൻ ഇൻവോയ്സ്, നമുക്ക് അതിന് അവിടെ കിട്ടുക ഒരു ഇൻവോയ്സാണ്. അപ്പം ആ ഇൻവോയ്സും ഒരു തെളിവ് തന്നെയാണ്. വെൻ വി മേക്ക് എ പേയ്മെൻറ്റ് വി ഗെറ്റ് എ റെസിപ്റ്റ് ആൻഡ് സോ ഓൺ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ആ പേയ്മെൻറ്റ് നടത്തി എന്നുള്ളതിനൊരു തെളിവായിട്ട് ഒരു റെസിപ്റ്റ് കിട്ടും. ഈ പറഞ്ഞേക്കുന്ന ക്യാഷ് മെമ്മോയെയും ഇൻവോയ്സിനെയും അല്ലെങ്കിൽ റെസിപ്റ്റിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൗച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. വൗച്ചർ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്, റിട്ടൺ ആണത് അല്ലെങ്കിൽ പ്രിൻ്റഡ് ആണ്. അതിനകത്ത് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു ബിസിനസ് ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെളിവാണ് വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടൻറ്റുമാർ കണക്ക് എഴുതുമ്പം എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്? വൗച്ചർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ചുമ്മാ വായും കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണക്ക് അതിൻ്റെ അകത്ത് എഴുതി വെക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് വേണം അവർക്ക്. അപ്പോൾ ആ തെളിവിനെയാണ് നമ്മളെന്ന് പറയുന്നത് വൗച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോഡക്റ്റ്. നമ്മൾ പ്രോഡക്റ്റിനെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. എന്ത് പ്രോഡക്റ്റാണ്? ഇൻ വിച്ച് ദ ബിസിനസ് യൂണിറ്റ് ഈസ് ഡീലിങ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ബിസിനസ് എന്തായിക്കോട്ടെ, നമ്മുടെ ബിസിനസ് യൂണിറ്റ് ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബിസിനസ് യൂണിറ്റ് എന്തും ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ബിസിനസ് യൂണിറ്റ് ആയിക്കോട്ടെ, നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗുഡ്സ് എന്ന് വിളിക്കാം. ഒരു സ്റ്റേഷനറി കടയാണെങ്കിൽ ആ സ്റ്റേഷനറി കട ഡീൽ ചെയ്യുന്നത് എന്തായിരിക്കും? സ്റ്റേഷനറി വസ്തുക്കളുമായിട്ടായിരിക്കും. ഒരു ഇലക്ട്രോണിക്സ് കട ഡീൽ ചെയ്യുന്നത് എന്തായിരിക്കും? ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളായിരിക്കും. അപ്പോൾ അവിടുത്തെ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളാണ് അവിടുത്തെ ഗുഡ്സ്. സ്റ്റേഷനറി കടയുടെ ഗുഡ്സ് എന്താണ്? സ്റ്റേഷനറി ഐറ്റംസ് ആണ് അവിടുത്തെ ഗുഡ്സ്. അല്ലെങ്കിൽ ഒരു കാർ വിൽക്കുന്ന കടയാണെന്ന് വിചാരിക്കുക, അവരുടെ ഗുഡ്സ് എന്തായിരിക്കും? കാറുകളായിരിക്കും അവിടുത്തെ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു ബിസിനസ് യൂണിറ്റ് ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുഡ്സ്. അതായത് ഇൻ ടേംസ് ഓഫ് വിച്ച് ഇറ്റ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിങ്. ഇപ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വിൽക്കുന്നതായിരിക്കാം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നമ്മളെന്താ ചെയ്യുക? കുറേ സാധനങ്ങൾ എവിടുന്നേലും വാങ്ങിക്കൊണ്ട് വരും, അതിനുശേഷം വിൽക്കുകയാണ്. അപ്പോൾ ആ വാങ്ങിച്ചുകൊണ്ട് എന്നിട്ട് നമ്മൾ വിൽക്കാനായിട്ട് പോകുന്ന ആ സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് ഗുഡ്സ്. അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിങ്, എന്തെങ്കിലും സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുകയായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഹോളോ ബ്രിക്സ് യൂണിറ്റുകൾ, ഇതെല്ലാം എന്താണ്? ഈ ഹോളോ ബ്രിക്സ് കട്ടകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്, അതിനുശേഷം വിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ഹോളോ ബ്രിക്സ് യൂണിറ്റുകളാണ് അവരുടെ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഗുഡ്സ് ഉണ്ട്.
ഒന്ന് ഗുഡ്സ് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ കടയിൽ കൊണ്ട് വെച്ചിട്ട് വിൽക്കുകയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഗുഡ്സ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വിൽക്കുകയാണ്. എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ് യൂണിറ്റ് ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുഡ്സ് എന്ന്. ഇനി അടുത്തായിട്ട് അതിൻ്റെ പറഞ്ഞിരിക്കുകയാണ്, ദി ഐറ്റംസ് ദാറ്റ് ആർ പർച്ചേസ്ഡ് ഫോർ യൂസ് ഓഫ് എ ബിസിനസ് ആർ നോട്ട് കോൾഡ് ഗുഡ്സ്. അപ്പം നമ്മൾ ബിസിനസ് അതിൻ്റേതായിട്ടുള്ള അവരുടെ ആവശ്യത്തിനായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളെ നമ്മളെന്ന് വിളിക്കില്ല, ഗുഡ്സ് എന്ന് വിളിക്കുന്നില്ല. മറിച്ച് വിൽക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന, നമ്മുടെ കസ്റ്റമേഴ്സിന് വിൽക്കുന്നതിനായിട്ട് അതിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഗുഡ്സ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു ബിസിനസ് അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും ഗുഡ്സ് എന്ന് പറയില്ല. അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എ ഫർണിച്ചർ ഡീലർ, ഒരു ഫർണിച്ചർ കച്ചവടക്കാരനാണെങ്കിൽ പർച്ചേസ് ഓഫ് ചെയേഴ്സ് ആൻഡ് ടേബിൾ ആർ ടേംഡ് ആസ് ഗുഡ്സ്. അയാളുടെ ഗുഡ്സ് എന്തായിരിക്കും? അവിടെ വിൽക്കാനായിട്ട് കൊണ്ടുവച്ചേക്കുന്ന ഫർണിച്ചറുകളും കസേരകളും ടേബിളുകളൊക്കെയാണ് ഒരു ഫർണിച്ചർ മർച്ചൻറ്റിൻ്റെ ഗുഡ്സ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുക. വൈൽ ഫോർ അതേഴ്സ് ഇറ്റ് ഈസ് ഫർണിച്ചർ ആൻഡ് ട്രീറ്റഡ് ആസ് ആൻ അസറ്റ്. അതേസമയം മറ്റ് ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റുകാരനാണെന്ന് വിചാരിക്കുക. അയാൾ ആ സൂപ്പർ മാർക്കറ്റിലോട്ട് കുറേ ഫർണിച്ചറെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്തിനാണ്? ഈ പറഞ്ഞേക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനായിട്ട്. ഈ അരിപ്പൊടി, പേന, പെൻസില്, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നതിനായിട്ട് ഗുഡ്സ് വെക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ഷെൽഫുകളും കുറേ ടേബിളുകളും കസേരകളെല്ലാം വാങ്ങി. അപ്പം ഈ സൂപ്പർ മാർക്കറ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഫർണിച്ചറുകളും ചെയറുകളൊക്കെ എന്തായിരിക്കും? അയാളെ സംബന്ധിച്ച് അതെല്ലാം അസറ്റുകളാണ്. അല്ലാണ്ട് അയാളെ സംബന്ധിച്ച് ഫർണിച്ചറും ചെയറുകളൊന്നും അയാൾക്ക് ഗുഡ്സ് അല്ല. അയാളുടെ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ വിൽക്കുന്നതിനായിട്ട് വാങ്ങിച്ചു വെച്ചേക്കുന്ന ഐറ്റങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയാണ് സൂപ്പർ മാർക്കറ്റുകാരൻ്റെ ഗുഡ്സ് എന്ന് പറയുന്നത്. അതേസമയം ഫർണിച്ചറുകാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിൽക്കുന്നതിനായിട്ട് ഫർണിച്ചറും ചെയറും ടേബിളൊക്കെയാണുള്ളത്. അപ്പോൾ ഫർണിച്ചറുകാരൻ്റെ ഗുഡ്സ് എന്താണ്? അയാൾ വിൽക്കുന്നതിനായിട്ട് അവിടെ വെച്ചേക്കുന്ന ഫർണിച്ചറുകളെയാണ് അവിടെ ഗുഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്, സ്റ്റേഷനറി മർച്ചൻറ്റ്. ഒരു സ്റ്റേഷനറി കടക്കാരന് സ്റ്റേഷനറീസ് ഗുഡ്സ്, അവിടെ ഇരിക്കുന്ന പേനയും പെൻസിലും റബ്ബറും എല്ലാം അയാൾക്ക് ഗുഡ്സാണ്, അത് വിൽക്കുന്നതിനായിട്ട് കൊണ്ട് വെച്ചേക്കുന്നതാണ്. വേറെ അതേഴ്സ് ഇറ്റ് ഈസ് ആൻ ഐറ്റം ഓഫ് എക്സ്പെൻസ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എന്താണ്? ഒരു എക്സ്പെൻസാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫർണിച്ചർ കടക്കാരന് പേനയും പെൻസിലും എല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ്? അയാൾക്കതൊരു എക്സ്പെൻസ് മാത്രമാണ്. കാരണം അയാൾ പേനയും പെൻസിലും ഒന്നുമല്ല വിൽക്കുന്നത്, അയാൾ എന്താണ് വിൽക്കുന്നത്? ഫർണിച്ചറാണ് വിൽക്കുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പേന, പെൻസിൽ ഇതെല്ലാം എന്തായിട്ട് അയാൾ ട്രീറ്റ് ചെയ്യുള്ളൂ? ഒരു ചിലവായിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ബിസിനസ് യൂണിറ്റ് ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണോ അതിന് നമ്മൾ വിളിക്കുന്നവരാണ് ഗുഡ്സ്. ഇനി അടുത്താണ് ഡ്രോവിങ്സ്. അതൊരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഡ്രോവിങ്സ്. വിഡ്രോവൽ ഓഫ് മണി, പൈസ പിൻവലിക്കുക, ഓർ ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ്സ് പിൻവലിച്ചുകൊണ്ട് പോവുക, ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. അപ്പം ഒരു ബിസിനസ്സിൻ്റെ ഓണർ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന്, ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല, തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസയോ അല്ലെങ്കിൽ ഗുഡ്സോ എടുത്തുകൊണ്ട് പോകുന്നതിനെയാണ് ഡ്രോവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കടയുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ടുള്ള ആവശ്യത്തിന് അരിയും പലവ്യഞ്ജനങ്ങളും എല്ലാം കണക്ക് കാണിക്കാതെ തന്നെ എടുത്തുകൊണ്ട് പോകുന്നതിനെ നമുക്കൊന്ന് വിളിക്കാം ഡ്രോവിങ്സ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് പൈസ എടുത്തുകൊണ്ട് പോകുന്നതിനെ നമുക്കൊന്ന് വിളിക്കാം ഡ്രോവിങ്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൈസയോ ഗുഡ്സോ ഒരു ഓണർ തൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതിനെയാണെന്ന് പറയുന്നത് ഡ്രോവിങ്സ് എന്ന് പറയുന്നത്. ഡ്രോവിങ്സ് റെഡ്യൂസസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഓണേഴ്സ്. അപ്പോൾ ഓണേഴ്സിൻ്റെ നിക്ഷേപത്തെ കുറയ്ക്കുകയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 100 രൂപ അയാളുടെ ആവശ്യത്തിനായിട്ട് പിൻവലിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ കുറയുക? ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവിടെ കുറയുക. 1000 രൂപ എന്നുള്ള എത്ര രൂപയായി മാറി? 900 രൂപയായിട്ട് മാറി. അതുകൊണ്ട് ഡ്രോവിങ്സ് എന്ത് കുറയ്ക്കുന്നു? ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഡ്രോവിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറയാം, പൈസയ്ക്ക് തുല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലുമോ ഗുഡ്സോ ഈ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോകുന്നതിനായിട്ടാണ് ഈ ഡ്രോവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലോട്ട് 2 സോപ്പ് എടുത്തുകൊണ്ട് പോയി, അതെന്താണ്? ഡ്രോവിങ്സ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അത് വിറ്റ് പൈസയാക്കുകയല്ല ചെയ്തത്, പകരം എന്ത് ചെയ്തു? അയാൾ സ്വന്തം വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡ്രോവിങ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പർച്ചേസസ്. പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുക. പർച്ചേസസ് ആർ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ് ആൻഡ് ഓൺ ക്യാഷ്. അപ്പോൾ കടമായിട്ടോ പൈസ കൊടുത്തിട്ടോ, ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങി അതിൻ്റെ പൈസ പിന്നീട് തരാമെന്ന് പറയുകയോ അല്ലെങ്കിൽ പൈസ കൊടുത്തോ നമ്മൾ ഈ ഗുഡ്സ് ഗുഡ്സ് നേടുന്നതിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പർച്ചേസ് ചെയ്യുന്ന 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഫോർ യൂസ് ഓർ സെയിൽ, ഒന്നെങ്കിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്.
പിന്നെ ട്രേഡിംഗ് കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ച് വെച്ച് വിൽക്കുന്ന ആൾക്കാർ. പർച്ചേസസ് ആർ മെയ്ഡ് ഓഫ് മർച്ചൻഡൈസ് ഫോർ റീസെയിൽ വിത്ത് ഓർ വിത്തൗട്ട് പ്രോസസ്സിങ്. അപ്പം ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ പർച്ചേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീസെയിലിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും അതൊക്കെ അസറ്റ് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ലാൻഡോ ബിൽഡിങ്ങോ ഫർണിച്ചറോ അങ്ങനെ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നേടുന്നതിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. അതേസമയം ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ മാനുഫാക്ചറിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഓരോ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അതായത് അവിടെ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നതിനെയാണ് മാനുഫാക്ചറിങ് കൺസേൺ എന്ന് പറയുന്നത്. ഇച്ചിരി മുമ്പ് പറഞ്ഞ ഹോളോ ബ്രിക്സിൻ്റെ ഉദാഹരണം എടുക്കുക. അവരെന്താണ് ചെയ്യുന്നത്? ഈ ഹോളോ ബ്രിക്സ് കട്ട ഉൽപ്പാദിപ്പിച്ചിട്ടാണ് അവർ വിൽക്കുന്നത്. റോ മെറ്റീരിയൽസ് ആർ പർച്ചേസർ. അവരെന്താണ് പർച്ചേസ് ചെയ്യുന്നത്? ഹോളോ ബ്രിക്സ് ആണോ പർച്ചേസ് ചെയ്യുന്നത്? അല്ല, അയാളെ റോ മെറ്റീരിയലാണ് കളക്ട് ചെയ്യുന്നത്. അതായത് ആ ഹോളോ ബ്രിക്സ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന സിമെൻറ്റ്, അതിന് വേണ്ടി വരുന്ന മിറ്റൽ, ഇതൊക്കെയാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതൊക്കെയാണ് അയാൾ പർച്ചേസ് ചെയ്യുന്നത്. പ്രോസസ്സഡ് ഫർദർ ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ദെൻ സോൾഡ്. അതിനെ അയാൾ കയ്യിൽ വെക്കുകയും അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തം വിൽക്കാൻ പാകത്തിന് അത് റെഡിയാക്കി അയാളത് ദെൻ സോൾഡ്, അതിനുശേഷം അയാളത് വിൽക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി പർച്ചേസ് രണ്ട് രീതിയിലുണ്ട്. പർച്ചേസ് മേ ബി ക്യാഷ് പർച്ചേസ് ഓർ ക്രെഡിറ്റ് പർച്ചേസ്. രണ്ട് രീതിയിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാം. പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങാം, അല്ലെങ്കിൽ പൈസ പിന്നീട് തരാം എന്നുള്ള വ്യവസ്ഥയിൽ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇനി അടുത്താണ് സ്റ്റോക്കിൻ്റെ മറ്റൊരു പേരാണ് ഇൻവെൻട്രി. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഈസ് എ മെഷർ ഓഫ് സംതിങ് ഓൺ ഹാൻഡ്. എന്തെങ്കിലും ബിസിനസ്സിൻ്റെ കയ്യിലുണ്ടെങ്കിൽ വിൽക്കാതെ ബിസിനസ്സിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക്. അത് ചിലപ്പോൾ ഗുഡ്സ് ആയിരിക്കാം, ഗുഡ്സിൻ്റെ സ്റ്റോക്ക് ആയിരിക്കാം, എന്തെങ്കിലും സ്പെയർസിൻ്റെ സ്റ്റോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കാം ഇൻ ദ ബിസിനസ്. അപ്പോൾ അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗുഡ്സിനെയോ സ്പെയറിനെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐറ്റത്തിനാണ് നമ്മളെന്ന് പറയുന്നത് സ്റ്റോക്ക് ഇൻ ഹാൻഡ്. നമ്മൾ വിൽക്കാതെ കമ്പനിയിൽ അവശേഷിച്ചിരിക്കുന്ന ഗുഡ്സിനെയോ സ്പെയറിനെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐറ്റത്തിനാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി അവിടെ കുറച്ച് എക്സ്പ്ലനേഷൻ വരികയാണ്. ദ സ്റ്റോക്ക് ഓൺ ഹാൻഡ്, അപ്പോൾ നമ്മുടെ കയ്യിൽ വിൽക്കാതെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഈസ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് വിച്ച് ആർ ലേയിങ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12 മാസത്തിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 12 മാസത്തിന് ശേഷവും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഐറ്റംസ് വിറ്റ് പോകാതിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മൾ ഓർത്തിരിക്കുക, ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനത്തിലും, ഒരു അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. അപ്പോൾ 12ാമത്തെ മാസത്തിൻ്റെ അവസാനവും കുറേ സാധനങ്ങൾ നമ്മുടെ കടയിൽ വിറ്റ് പോകാതിരിക്കുന്നുണ്ടായിരിക്കും. ആ വിറ്റ് പോകാതിരിക്കുന്ന ഐറ്റംസിൻ്റെ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പോൾ നമ്മുടെ ഉദാഹരണമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ സ്റ്റേഷനറി കടയോ നമുക്ക് എടുക്കാം. 12 മാസമാണ് ഒരു അക്കൗണ്ടിങ് ഇയർ എന്ന് സങ്കല്പിക്കുക. ജനുവരി ടു ഡിസംബർ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ജനുവരി ടു ഡിസംബർ എടുക്കാം. ഇപ്പോൾ ഡിസംബർ 31-ാം തീയതി നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ആ കടയിൽ കുറേ സാധനങ്ങൾ വിൽക്കാതിരിപ്പുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡിസംബർ 31-ാം തീയതി ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ സാധനങ്ങളും വിറ്റഴിച്ച് കട കാലിയായിട്ടായിരിക്കില്ല ഇരിക്കുന്നത്. അന്നും അവിടെ കുറേ സാധനങ്ങൾ വിറ്റ് പോകാതിരിക്കുന്നത് കാണും. ആ ഡിസംബർ 31-ാം തീയതി അല്ലെങ്കിൽ 12-ാം മാസത്തിൻ്റെ അവസാനവും വിറ്റ് പോകാതെ കടയിൽ അവശേഷിക്കുന്ന മൊത്തം ഗുഡ്സിൻ്റെ ആകെ തുകയാണ് അല്ലെങ്കിൽ മൊത്തം ഗുഡ്സിൻ്റെ വിലയാണ് നമ്മളെന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനമായിട്ടും വിറ്റ് പോകാതെ ലേയിങ് അൺസോൾഡ് വിറ്റ് പോകാതിരിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തായിട്ട് അതിൻ്റെ പറഞ്ഞിരിക്കുകയാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മറ്റൊരു പേരാണ് എൻഡിങ് ഇൻവെൻട്രി. അതായത് അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനമായിട്ടും വിറ്റ് പോകാതെ അവശേഷിക്കുന്ന സ്റ്റോക്കിനെയാണ് നമ്മളെന്ന് പറയുന്നത് എൻഡിങ് ഇൻവെൻട്രി അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് അതിൻ്റെ പറഞ്ഞിരിക്കുന്നത് ഇന്നേ മാനുഫാക്ചറിങ് കമ്പനി. അതായത് ഓരോ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന കമ്പനികൾ. നമ്മുടെ ഉദാഹരണമായിട്ടുള്ള ഹോളോ ബ്രിക്സ് നമുക്ക് എടുക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ ഹാൻഡ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം നമ്മുടെ കമ്പനിയുടെയിലുള്ള റോ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട്, പകുതി പൂർത്തിയാക്കിയിട്ടുള്ള ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ എമൗണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് എത്രത്തോളം നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, അതിൻ്റെ ആകെ തുകയാണ് നമ്മളെന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പം ഒരു ട്രേഡിംഗ് കമ്പനിയാണെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിൻ്റെ അന്ന്, അതായത് 12-ാം മാസം അവസാനം വിറ്റ് പോകാതെ നമ്മുടെ കടയിലിരിക്കുന്ന എല്ലാ സ്റ്റോക്കിനെ നമുക്കെന്ന് വിളിക്കാം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കാം. ഇനി ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം നമ്മുടെ കമ്പനിയിലുള്ള റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഇത്രയും ഐറ്റത്തെ തന്നെ നമുക്കെന്ന് വിളിക്കാം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കുകയാണ്
അതുപോലെ തന്നെ സിമിലർലി ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക്? അതായത് ബിഗിനിങ് ഇൻവെൻട്രി എന്താണ്? ഈസ് ദ എമൗണ്ട് ഓഫ് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് ആരംഭിക്കുന്ന സമയത്ത് 12 മാസത്തെയാണ് അക്കൗണ്ടിങ് പീരീഡ്. ഈ ഡിസംബർ 31 ഒരു അക്കൗണ്ടിങ് ഇയറിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി 1 തീയതി പുതിയ അക്കൗണ്ടിങ് ഇയർ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ജനുവരി 1 തീയതി നമ്മുടെ കയ്യിൽ കടയിൽ എത്രത്തോളം ഗുഡ്സ് നമ്മുടെ കയ്യിലുണ്ടോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഒരു അക്കൗണ്ടിങ് ഇയർ ആരംഭിക്കുന്ന സമയത്ത്, ബിഗിനിങ് ചെയ്യുന്ന സമയത്ത്, അക്കൗണ്ടിങ് പീരീഡ് ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ മാനുഫാക്ചറിങ് കമ്പനിയിലോ അല്ലെങ്കിൽ ട്രേഡിംഗ് കമ്പനിയിലോ ആ ദിവസം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുകൊണ്ട് വിളിക്കുന്നത്. ഇനി അടുത്ത ഐറ്റമാണ് ഡെപ്റ്റേഴ്സ്. ആരാണ് ഡെപ്റ്റേഴ്സ് എന്നുള്ള കാര്യമാണ്. അപ്പം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരെയാണ് നമ്മൾ ഈ ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഷയിൽ. അപ്പോൾ ആരാണ് ഡെപ്റ്റേഴ്സ്? ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറയുകയാണെങ്കിൽ കമ്പനിക്ക് പൈസ തരാനുള്ളവർ. അപ്പോൾ കമ്പനിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോയിട്ട് കമ്പനിക്ക് പൈസ പിന്നീട് തരാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെയാണ് കമ്പനി ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്നും കുറേ സാധനങ്ങളും സേവനങ്ങളെല്ലാം ആരെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം പൈസ പിന്നീട് തരാമെന്ന് പറയുകയാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്. കമ്പനിക്ക് പൈസ കിട്ടാനുള്ള ആൾക്കാരുടെ ലിസ്റ്റിനെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡെപ്റ്റേഴ്സ് ആർ പേഴ്സൺ. ഡെപ്റ്റേഴ്സ് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ഓർ അതർ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളായിരിക്കാം. ഹൂ ഓ ടു ആൻ എൻ്റർപ്രൈസ്. അവർ ബിസിനസ് എൻ്റർപ്രൈസിനോട് കടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ലയബിളാണ്, പൈസ കൊടുക്കാനുണ്ട്. ആൻ എമൗണ്ട് ഫോർ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ക്രെഡിറ്റ്. എന്തിനാണ് അവർ കടപ്പെട്ടിരിക്കുന്നത്? എമൗണ്ട് ഓഫ് ബൈയിങ് ഗുഡ്സ്, കുറേ ഗുഡ്സ് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സർവീസസ്, നമ്മുടെ കുറേ സേവനങ്ങൾ അവർ കൈപ്പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് കൈപ്പറ്റിയത്? ഓൺ ക്രെഡിറ്റ്, പിന്നീട് തരാമെന്നുള്ള വ്യവസ്ഥയിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചുകൊണ്ട് പോയതോ അല്ലെങ്കിൽ സർവീസ് കൈപ്പറ്റുകയോ ചെയ്തത്. അങ്ങനെ അവരെന്ത് ചെയ്യാനുണ്ട്? എൻ്റർപ്രൈസിന് പൈസ തരാനുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്നവരാണ് ഡെപ്റ്റേഴ്സ്. ദ ടോട്ടൽ എമൗണ്ട് സ്റ്റാൻഡിങ് എഗൻസ്റ്റ് സച്ച് പേഴ്സൺ ഓർ എൻറ്റിറ്റീസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. അപ്പം നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് ആയി, അതായത് 12 മാസം കഴിഞ്ഞു. 12 മാസം കഴിഞ്ഞിട്ട് ഇവന്മാർ നമുക്ക് പൈസ തരാനുണ്ട്. അപ്പം അങ്ങനെ കുറേ പേര് തരാനുണ്ട്. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് സ്റ്റാൻഡിങ് എഗൻസ്റ്റ് സച്ച് പേഴ്സൺ. അങ്ങനെ കുറേ വ്യക്തികൾ നമുക്ക് തരാനുണ്ടെന്ന് വിചാരിക്കുക. ഒരു 5 പേര് നമുക്ക് തരാനുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഓർ എൻറ്റിറ്റീസ് 5 കമ്പനികൾ നമുക്ക് പൈസ തരാനുണ്ടെന്ന് വിചാരിക്കുക. 12 മാസത്തിന് ശേഷവും നമുക്ക് പൈസ തരാനുണ്ട്. ഒരു 5 വ്യക്തികൾ തരാനുണ്ട്, 5 കമ്പനികൾ തരാനുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. ഓർത്ത് വെക്കുക. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനമായിട്ട് നമുക്ക് പൈസ തരാനുള്ള മൊത്തം ആൾക്കാരെയും മൊത്തം കമ്പനികളെയും നമ്മൾ ടോട്ടലായിട്ട് വിളിക്കുന്ന പേരാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. അത് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ഷോൺ ഓൺ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ അസറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഈ സൺട്രി ഡെപ്റ്റേഴ്സിനെ കാണിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺട്രി ഡെപ്റ്റേഴ്സ് ആരാണ്? നമ്മുടെ കമ്പനിക്ക് പൈസ തരാനുള്ള മൊത്തം വ്യക്തികളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന്. ഇപ്പോൾ ഡെപ്റ്റേഴ്സ് ആരാണ്? കമ്പനിക്ക് പൈസ തരാനുള്ളവരെ അവർ വിളിക്കുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്. എങ്ങനെയാണ് അവർ പൈസ തരാൻ കടപ്പെട്ടിരിക്കുന്നത്? ബൈയിങ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ ക്രെഡിറ്റ്. ഗുഡ്സോ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസോ ക്രെഡിറ്റിൽ കൈപ്പറ്റിയതിന് ശേഷം പൈസ പിന്നീട് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നവരെയാണ് നമ്മളെന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. കമ്പനി പൈസ കൊടുക്കാനുള്ളവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കമ്പനി ഏതെങ്കിലും ഹോൾസെയിലറുടെ അടുത്ത് പോയിട്ട് കുറേ ഗുഡ്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കടയിൽ കൊണ്ടുവച്ചു. ഹോൾസെയിലറിനോട് പറയുകയാണ് പൈസ പിന്നീട് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അക്കൗണ്ടിങ് ഇയർ അവസാനിച്ചതിന് ശേഷവും നമ്മൾ പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. അങ്ങനെ ഒരുപാട് വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരുപാട് കമ്പനികൾക്കോ നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവരെ ടോട്ടലായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാനുള്ളവരാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി പൈസ കൊടുക്കാനുള്ളവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺ. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, ഓർ അതർ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ മറ്റ് കമ്പനികളായിരിക്കാം. ഹൂ ഹാവ് ടു ബി പെയ്ഡ് ബൈ ആൻ എൻ്റർപ്രൈസ്. അപ്പോൾ അവിടെ എന്താണ്? പെയ്ഡ് ബൈ ആൻ എൻ്റർപ്രൈസ്. നമ്മുടെ കമ്പനി അവർക്ക് വേണ്ടി പേ ചെയ്യാനുണ്ട്, പൈസ കൊടുക്കാനുണ്ട്. ആൻ എമൗണ്ട് ഫോർ പ്രൊവൈഡിങ് ദ എൻ്റർപ്രൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ക്രെഡിറ്റ്. ഇപ്പോൾ എന്തിനാണ് ആ പൈസ കൊടുക്കാനുള്ളത്? പ്രൊവൈഡിങ് ദ എൻ്റർപ്രൈസസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആ കമ്പനി നമുക്ക് ഗുഡ്സ് തന്നിട്ടുണ്ട്, ഗുഡ്സ് തരികയോ അല്ലെങ്കിൽ സേവനങ്ങൾ തരികയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ക്രെഡിറ്റ് ബേസിൽ നമ്മൾ പൈസ പിന്നീട് തന്നോളാം എന്നുള്ള വ്യവസ്ഥയിൽ അവർ നമുക്ക് ഗുഡ്സ് തരികയോ അല്ലെങ്കിൽ സർവീസ് തരികയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ബാധ്യസ്ഥരായിട്ടിരിക്കുകയാണ്. നമ്മൾ അവർക്ക് പൈസ കൊടുക്കാനുണ്ട്.
അപ്പോൾ അവരെ നമ്മൾ വിളിക്കുന്നവരാണ് ക്രെഡിറ്റേഴ്സ് എന്ന്. ദ ടോട്ടൽ എമൗണ്ട് സ്റ്റാൻഡിങ് ടു ദ ഫേവർ ഓഫ് സച്ച് പേഴ്സൺസ് ആൻഡ് ഓർ എൻറ്റിറ്റീസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. അപ്പം നമ്മളൊരു ക്ലോസിംഗ് ഡേറ്റ് ആയിട്ടും 12 മാസം കഴിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ദ എമൗണ്ട് സ്റ്റാൻഡിങ് ഇൻ ടു ദ ഫേവർ ഓഫ് സച്ച് പേഴ്സൺ, ആ വ്യക്തികൾക്ക് നമ്മൾ എമൗണ്ട് കൊടുക്കാനുണ്ട്, ഇത് കൊടുത്ത് തീർത്തിട്ടില്ല. ഓർ എൻറ്റിറ്റീസ്, ആ കമ്പനികൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്, അവരെ നമ്മൾ വിളിക്കുന്നവരാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മളവരെ സൺട്രി ക്രെഡിറ്റേഴ്സ് ആയിട്ട് കാണിക്കും. എവിടെയാണ് കാണിക്കുന്നത്? ലൈബിലിറ്റി സൈഡ്. ഇപ്പോൾ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാധ്യതകളെയാണ് നമ്മൾ ലൈബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാധ്യതകളുടെ ആ സൈഡ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ പൈസ കൊടുക്കാനുള്ള വ്യക്തികളുടെ പേരും കമ്പനികളുടെ പേരും എഴുതി ചേർക്കുകയാണ്. അത് മൊത്തത്തോടെ നമ്മൾ എഴുതുന്ന ഒറ്റ പേരായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാനുള്ളവരെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്.